അടുത്ത മാസം ഈ സമയമാകുമ്പോഴേക്കും ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സൊഹ്റാൻ മാംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കും. അടുത്ത മാസം 4-നാണ് ഇലക്ഷൻ. അപ്പോൾ അതിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. എല്ലാ സർവേകളും മാംദാനിയാണ് ഒരു 10-20 പോയിൻറ്റിന് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന മുൻ ഗവർണർ ആൻഡ്രൂ കോമോയ്ക്കോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവായ്ക്കോ ഒന്നും മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ഫ്രഞ്ച് വിപ്ലവകാലത്തെ പോലെയൊക്കെയാണ്. അതായത് പണക്കാർ ചെയ്യുന്നത് എന്താണെന്ന്, പണക്കാർ അവർ വേറൊരു ലോകത്തിൽ ജീവിക്കുന്നു, പാവപ്പെട്ടവർ വേറൊരു ലോകത്തിൽ ജീവിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ന്യൂയോർക്ക് സിറ്റിയിലുമുള്ളത്. വലിയ വലിയ വമ്പൻ പണക്കാരുണ്ട്, ബില്യനേഴ്സ്, പിന്നെ മൾട്ടി ബില്യനേഴ്സ്. അതിൻ്റെ കൂടിയാണ് പട്ടിണി പാവങ്ങളും ഈ നഗരത്തിൽ കിടക്കുന്നത്. അപ്പോൾ ആ പട്ടിണി പാവങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ടി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും, അവരുടെ വക്താവായി മാറുമെന്ന് മാംദാനി പറഞ്ഞപ്പോൾ മാംദാനിക്ക് അനുകൂലമായിട്ട് ജനമെല്ലാം വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പം അത് തിരിച്ചെടുക്കാനായിട്ട് ബില്യനർമാർ പിന്നെ ആൻഡ്രൂ കോമോയ്ക്ക് വേണ്ടി ഇഷ്ടംപോലെ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പ്രചാരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ജനങ്ങളുടെ അടുത്ത് അതങ്ങ് യേശുന്നില്ല. അപ്പോൾ ജനങ്ങളിത് കാത്തിരുന്നത് പോലെയാണ് വാസ്തവം പറഞ്ഞാൽ മാംദാനിക്ക് പിന്നിൽ അണിനിരുന്നത്. ഇത്രയധികം ആളുകൾ ആ ഒരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം, ആ പണത്തിൻ്റെ ഏറ്റവും പണത്തിൻ്റെ ആധിപത്യമുള്ള സ്ഥലത്ത് പാവപ്പെട്ടവർ ഇത്രയധികം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് മാംദാനി ഉയർന്നു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാംദാനിയെ പിടിച്ച് താഴെ ഇടാനായിട്ട് എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും വലതുപക്ഷ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് പോസ്റ്റ് മുതലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു റിപ്പോർട്ട് കണ്ടതാണ്, ഈ മാംദാനി ജയിച്ചു കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു അജണ്ട തന്നെ ഈ വ്യഭിചാരം, സെക്സ് വർക്ക് അത് നിയമവിധേയമാക്കും, അതിനെ കുറ്റകരമല്ലാതാക്കും. ഇപ്പോഴത് കുറ്റകരമാണ്. പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള സെക്സ് വർക്ക് ചെയ്യുന്നത് അമേരിക്കയിൽ പലയിടത്തും കുറ്റകരമാണ്, അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ന്യൂയോർക്കിലൊക്കെ അത് കുറ്റകരമാണ്, അവരെ അറസ്റ്റ് ചെയ്യും. അപ്പം നേരെ മറിച്ച് മാംദാനി വന്നു കഴിഞ്ഞാൽ അവരെ അത് സെക്സ് വർക്കും ജസ്റ്റ് വർക്ക് മാത്രമാണ്, അതിൽ യാതൊരു കുറ്റവുമില്ലാന്നാണ് മാംദാനിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നതാണ് ന്യൂയോർക്ക് പോസ്റ്റ് മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലാണ് മാംദാനിയും പറഞ്ഞത്. അതുകൊണ്ട് ഈ ചില മുസ്ലിം വിഭാഗങ്ങൾ മാംദാനിയെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നു. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യഭിചാരം വലിയ മഹാപാപമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പല ഭാര്യമാരെ സ്വീകരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യഭിചാരം ചെയ്യാതിരിക്കാനുള്ള, അങ്ങനെ ഒരു അവസ്ഥയിൽ പെടാതിരിക്കാനെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മാംദാനി ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുരോഗമന ചിന്താഗതി അവിടെ പ്രകടമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലുമല്ല. നേരെ മറിച്ചിപ്പം പല കാര്യങ്ങൾ, ഇപ്പോൾ ഗാസായുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, ഈ നെതന്യാഹു ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് മാറ്റിയിട്ടില്ല. കാരണം ഒരു യുദ്ധക്കുറ്റവാളി എന്ന നിലയിൽ മാംദാനിക്കെതിരെ ഈ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ അന്താരാഷ്ട്ര കോർട്ടിൻ്റെ ഉത്തരവുണ്ട്, അത് പാലിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അത് അമേരിക്ക അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി, അമേരിക്കയ്ക്ക് അത് അനുസരിക്കാൻ ബാധ്യതയൊന്നുമില്ല എന്നാണ് ഫെഡറൽ ഗവൺമെൻറ് നിലപാട്. പക്ഷേ അങ്ങനെയല്ല എന്ന് മാംദാനി പറയുന്നു. എന്തായാലും മാംദാനിക്കെതിരെ വേറെയും ആരോപണങ്ങളുമായിട്ട് കോമോ രംഗത്ത് വരികയുണ്ടായി. ഒന്ന്, മാംദാനി ഏതാണ്ട് $1.5 ലക്ഷം അസംബ്ലിമാരെന്ന നിലയിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. എന്നിട്ടും റെൻറ്റ് കൺട്രോൾ ഉള്ള ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ചുരുങ്ങിയ പൈസ കൊടുത്താൽ മതി, റെൻറ്റ് കൺട്രോൾഡ് ആയതുകൊണ്ട് ചുരുങ്ങിയ പൈസ കൊടുത്താൽ മതി വാടകയായിട്ട്. അതുകൊണ്ടാണ് അത് ശരിയല്ല, അധാർമികമാണെന്നായിരുന്നു കോമോ പറഞ്ഞത്. പക്ഷെ അതങ്ങോട്ട് കത്തിപ്പടർന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പം മാംദാനി ആകട്ടെ പറയുന്നത് ഈ റെൻറ്റ് കൺട്രോൾ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വാടക കൂട്ടില്ല എന്നാണ് മാംദാനിയുടെ ഒരു ഉറപ്പ്. ഏതാണ്ട് 1.1 മില്യൺ ആളുകൾ റെൻറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അവരുടെ വോട്ട് തന്നെ കിട്ടിയാൽ മതി. അവരുടെ വോട്ടുണ്ട്. ഏതാണ്ട് 7,70,000 മുസ്ലിം വോട്ടർമാരുണ്ടെന്ന് പറയുന്നു സിറ്റിയിൽ. അപ്പോൾ ഇവരെല്ലാം ഈ വോട്ട് ബാങ്കുകൾ ഇവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മാംദാനിക്ക് വിജയം വളരെ എളുപ്പമാണ്. അപ്പോൾ ആ കൂടെയാണ് ഇങ്ങനെ ഈ സാധാരണക്കാരും ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഇല്ലാത്തവരെ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തിക നിലപാടുകളാണ് അവർ നോക്കുന്നത്. അപ്പം മാംദാനിയുടെ സാമ്പത്തിക നിലപാടുകൾ, സാമൂഹ്യ നിലപാടുകൾ, ഇതൊക്കെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവരെല്ലാം തങ്ങളെപ്പോലെ ഒരാളാണ്, തങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. നേരെ മറിച്ച് മേയർ എരിക് ആഡംസ് പറഞ്ഞത്, അത് ഈ മാംദാനിയും
കോമോയും ഒക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പറഞ്ഞവരാണ്. പക്ഷേ താൻ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്നു വന്ന ആളാണ്. അതുകൊണ്ട് തനിക്കെതിരെ ഈ മാംദാനി ആൻഡ്രൂ കോമോ ആണെങ്കിൽ ഒരു സ്നേക്ക് ആണെന്നാണ് പറഞ്ഞത്. എപ്പം പിന്നെ കറുത്തവർഗ്ഗക്കാരന് എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടുമ്പം, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോമോ രംഗത്ത് വരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ നാനാവിധത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം പിന്നെ നിറഞ്ഞു നിൽപ്പുണ്ട്. മാംദാനി ആകട്ടെ മുന്നേറുകയും ചെയ്യുന്നു. ഇതിലൊന്നും വലിയൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് മാംദാനിയുടെ മുന്നേറ്റം. അത് ഈ 33 വയസ്സുള്ള മാംദാനിയുടെയും മുന്നേറ്റം വാസം പറഞ്ഞാൽ ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കേണ്ടതാണ്. പിന്നെ ആകപ്പാടെ ഇത് പിന്നെ ഇന്ത്യൻ വിഭാഗത്തിൽ തന്നെ നല്ലൊരു എതിർപ്പാണ് അദ്ദേഹത്തിന് നേരിടുന്നത്. ഈ ഹിന്ദു സമൂഹം മൊത്തത്തിൽ തന്നെ മാംദാനിക്കെതിരാണ്. കാരണം പിന്നെ നരേന്ദ്രമോദിക്കെതിരെയും RSSനെതിരെയൊക്കെ അദ്ദേഹം സജീവമായിട്ട് രംഗത്ത് വരികയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ ഫലം പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇലക്ഷൻ ഫലം വരുമ്പോൾ മാംദാനി ജയിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.